ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നല്ല സിമ്പിളായിട്ട് മസാലകളൊന്നും വയറ്റി സമയം കളയാതെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അടിപൊളി 2 ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബിസ്കിമയും അതുപോലെ തന്നെ ഷവർമ കട്ട്ലേറ്റുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ബിസ്കിമയുടെ ഫില്ലിംഗാണ് റെഡിയാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ട് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 വലിയ പച്ചമുളക് നല്ല പൊടിയായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഞെരടി ഉടച്ചു കൊടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അതായത് നമ്മളിതിലേക്ക് മസാലകളൊന്നും വയറ്റി ചെയ്യാതെയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടണം. കൈ കൊണ്ട് മിക്സ് ആക്കുമ്പം തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കോട്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 350 ഗ്രാമോളം ചിക്കൻ നല്ലപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. ബട്ടറിലോ ഓയിലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. മസാലകളൊന്നും വയറ്റുകയും ചെയ്യേണ്ട, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് തന്നെ കുറച്ചും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയേ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി പരിപാടി നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബിസ്കിമയുടെ മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 1.5 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മൈദയാണ് വാട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് മൈദ, നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത്, അത് പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയായിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നില്ല, അതേ രീതിയിലൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. നമ്മുടെ പൊടിയുടെ എല്ലാ സൈഡിലും നനവ് എത്തിക്കിട്ടണം, അതിനനുസരിച്ച് വെള്ളം വേണം. പിന്നെ ഓരോ പൊടിക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ വെള്ളത്തിൻ്റെ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി ഇപ്പോൾ പൊടിയുടെ എല്ലാ സൈഡിലായിട്ട് നനവ് എത്തിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കുഴക്കാൻ പാകത്തിന് ചൂടാകുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യട്ടെ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടാകുന്ന സമയത്ത് ഞാനിതൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മാവ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം ചൂടുണ്ടാകും കേട്ടോ ചെറുതായിട്ട്, പക്ഷേ ഈ ഒരു ചൂടോടെ കുഴച്ചെടുക്കുമ്പോഴാണ് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ കുഴഞ്ഞ് കിട്ടുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ ഓരോ നിങ്ങൾ എടുക്കുന്ന പൊടിക്ക്. അങ്ങനെയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഈ ഒരു സമയത്ത് എത്ര വേണമെന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയേ. പിന്നെ നമ്മുടെ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഇതിപ്പം വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ബിസ്കിമ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു ബോൾസാക്കി എടുക്കുക കേട്ടോ. നല്ല കുഞ്ഞു ബോൾ എടുത്താൽ മതി. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ബോർഡിൽ വെച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊക്കെ അറിയില്ല, നല്ല നേരിയതായിട്ട് മാക്സിമം നൈസായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക കേട്ടോ പറ്റുന്ന പോലെ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് പൊടിയൊക്കെ തൂക്കിക്കൊടുത്ത് നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ അത് ഇതുപോലെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിക്കനും ആ ഒരു വെജീസും എല്ലാം കൂടി കിട്ടണേ, ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോഴേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ഒരു സൈഡ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ സൈഡിൽ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്, ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം പച്ചവെള്ളം എല്ലാ സൈഡിലേക്കും ഇട്ട് ഒന്ന് ആക്കി കൊടുക്കുക. അവിടെ ഒട്ടി നിന്നോളും കേട്ടോ, വേറെ മൈദയുടെ പശയൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ഫോൾഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ നോർമൽ റോളൊക്കെ ചെയ്തെടുക്കുന്നില്ല, അതേപോലെ തന്നെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരെണ്ണം ചിക്കൻ ബിസ്കിമ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 2-3 എണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ വാട്ടിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വേണ്ട. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഭംഗിയുള്ള ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ബിസ്കിമ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിസ്കിമ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തും കൂടി കാണിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം.
അടുത്ത നമ്മുടെ സ്നാക്സ് ഷവർമ കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അടുത്തത് നമ്മുടെ ഷവർമ കട്ട്ലേറ്റിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ഉപ്പും ഉരുളക്കിഴങ്ങും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ടൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒട്ടും കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള വെജീസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 കപ്പ് അളവിൽ ക്യാബേജ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് ചോപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്. ഇഷ്ടമില്ലാത്ത വെജീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ സവാളയും നല്ല പൊടിയായിട്ട് എല്ലാ ഐറ്റംസും നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്, കട്ട്ലേറ്റിനായതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുമില്ല, നോർമൽ മസാല തന്നെ. കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഗരം മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി, ഒരൽപ്പം ഉപ്പും ചേർക്കുന്നുണ്ട്. എരിവ് അത്യാവശ്യം ചിക്കനിലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എരിവോ ഉപ്പോ എന്തെങ്കിലും വേണ്ടിക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഉടച്ചിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഷേപ്പ് ചെയ്ത് ഇതാ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കണം. മയോണൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. മുട്ടയുടെയോ പാലിൻ്റെയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്ത മയോണൈസാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ലിങ്ക് തരാം. അപ്പോൾ ഇതാ മയോണൈസ് കുറച്ച് ലൂസായിട്ട്, ഓവർ തിക്കല്ലാതെ ലൂസായിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്ത് വെച്ചതും കുറച്ച് ബ്രെഡ് ക്രംസും മയോണൈസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ കട്ട്ലേറ്റ് മുട്ടയുടെ മിക്സിലൊക്കെ അല്ലേ മുക്കുക. ഇത് നമ്മൾ ഡയറക്റ്റ് മയോണൈസിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ മയോണൈസിൽ മുക്കി ബ്രെഡ് ക്രംസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിടിച്ച് കിട്ടാതെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിക്കോളൂ. അപ്പോൾ ഡബിൾ കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും മയോണൈസിൽ മുക്കുക, വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. അത്രയേ പരിപാടിയുള്ളൂ. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. മൊത്തത്തിൽ ഞാൻ ഇത് ചെയ്തെടുത്ത്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇതുപോലെ ഫ്രൈ ആകുന്ന സമയത്ത് കോരിയെടുക്കുക. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണയിലിടുമ്പോൾ ഇളകിപ്പോകുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനിതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള 2 സ്നാക്സാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഐറ്റംസൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്